നമ്മള് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ഹലാലാണോ, സ്റ്റോക്ക് മാർക്കറ്റ് ഹറാമാണോ. നമ്മളെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആള് നമ്മൾ ഈ ഒരു ലോക്ക്ഡൌൺ കോവിഡ് സമയം മുതൽ ഇപ്പൊ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ നമ്മള് കൂടുതലായിട്ട് എന്താ ഇറങ്ങിയ ഏരിയയാണ് ഇപ്പൊ ഈ ബിറ്റ് കോയിൻ ആവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ. അപ്പോൾ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനെയർ ഇടുമ്പോൾ പോലും Q&A ഇടുമ്പോൾ പോലും ആളുകൾക്ക് മെയിൻ സംശയം അതാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഹറാമാണോ. അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാ? സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. ഇതിൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വേറെന്തോ ഒരു പരിപാടിയാണ് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അതിൽ ചില എലമെൻറ്റുകളുണ്ട്, ചില പ്രശ്നങ്ങളുള്ള ഏരിയകളുണ്ട്. പക്ഷെ ബേസിക്കലി ഇപ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് അറിയുന്ന കമ്പനി നമ്മൾ ക്യാഷ് കൊണ്ടിടുന്നു, ഓക്കെ, എന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പുറത്ത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് സംഭവിക്കുന്നത് നമ്മൾ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനികളുടെ ഷെയറുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെക്യൂരിറ്റൈസേഷൻ ചെയ്യാൻ. ശരിക്കും സെക്യൂരിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഷെയറുകളാക്കി മാറ്റുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കമ്പനി ഉണ്ട്, ഓക്കെ, ഇപ്പോൾ ലുലു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ലുലു ഇത്രയും കാലം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വലിയൊരു ഫേം ആണ്, ലോകത്തൊക്കെ പ്രസൻസ് ഉള്ള ഫേമാണ്. പക്ഷെ അത് ഒരു പ്രൈവറ്റ് സ്ഥാപനമായിട്ട് കുറേ കാലം മുമ്പോട്ട് പോയി. അപ്പോൾ അവർക്കും തോന്നിയെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോൾ അവർക്ക് അവരെ മൊത്തം ഷെയറിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് പബ്ലിക്കിന് വേണ്ടി എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു IPO വിളിച്ചു. IPO കൂടെയാണ് എന്ത് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക സാധാരണഗതിയിൽ. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് വഴി എന്ത് ചെയ്തു, ലുലു അവരുടെ മൊത്തം ഷെയറുകളുടെ സർട്ടൻ പെർസെൻറ്റേജ് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്ത് ചെയ്യാം, ലുലുവിൻ്റെ ഷെയർ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ ഷെയർ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ എന്തിൻ്റെ ഷെയർ വാങ്ങിക്കുക, അപ്പോൾ അവരുടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും, അതിൽ പുരോഗതി ഉണ്ടാവും എന്നൊക്കെയുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഷെയർ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്ര മാത്രമേ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നുള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റ് സംഭവിക്കുന്നുള്ളൂ. നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇടുന്ന പോലെ ഇത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആണ്. ഇതിന് ഗവേണിംഗ് ബോഡി ഉണ്ടായിരിക്കും. ഇതിന് ഇവിടെ നാട്ടിൽ സെബി പോലുള്ള സംവിധാനങ്ങൾ, പുറത്തേക്ക് പോയ ഓരോ രാജ്യങ്ങളും അവരുടേതായ സംവിധാനങ്ങൾ. അതായത് നമ്മളിതില് നമ്മുടെ അതിൽ പാർട്ണർ ആവാണ് ഒരു സെൻസിൽ, നമ്മൾ അതിന്റെ ഒരു ഇക്വിറ്റിന്റെ ഭാഗമാവാണ്. നമ്മൾ പ്രോഫിറ്റും ലോസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്ക്രീനിങ്, ഈ പറഞ്ഞ എന്താ അത് ഹറാമാണോ ഹലാലാണോ എന്നുള്ള സ്ക്രീനിങ് മാത്രം ഈ ഇതിലും നടന്നാൽ മതി. അതെ അത്രേ. അപ്പൊ നമ്മള് സാധാരണഗതിയിൽ IPO ഒക്കെ വിളിക്കുമ്പോൾ നമ്മളതിന്റെ കൂടെ പറയും, ആള് ചോദിക്കും ചെയ്യും നമ്മളോട്, ലുലുവിന്റെ ഷെയർ ഹലാലെന്ന് ചോദിക്കും. അപ്പൊ എന്ന് പറഞ്ഞാല് ആ മിക്കവാറും ബാങ്കുകൾ വഴിയാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന IPOകളൊക്കെ മുമ്പോട്ട് പോവുക. അപ്പോൾ ആ സമയത്ത് അത് ശരിയാ കംപ്ലൈൻ്റ് ആയ സ്ട്രക്ചറിങ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഫത്വകൾ ഉണ്ടാവും. ഈ ഷെയർ ശരിയാ കംപ്ലൈൻ്റ് ആണ്, എന്തുകൊണ്ട് ശരിയാ കംപ്ലൈൻ്റ് എന്നൊക്കെ പറയുന്ന ഫത്വ എന്തുണ്ടാവും, അതിന് കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൽ. അതേസമയം അതിൽ വേറെ കുറേ ഇപ്പോൾ എന്താ പറയുക, ആ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് പുതിയ ലോകക്രമത്തിൽ ആളുകൾ കാര്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനപ്പുറത്ത് കുറച്ചുകൂടി ഷോർട്ട് സെല്ലിങ് ഒക്കെ പോലെയുള്ള കുറച്ചുകൂടി ഹൈ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയല്ല. പലപ്പോഴും ഒരു ലീവറേജ് മാർക്കറ്റാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ലീവറേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് 10,000 രൂപയുടെ ബിസിനസ് ചെയ്യിക്കുന്ന പണിയാണ് എന്ത്, ഈ ലീവറേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 100 രൂപ ഉണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ബാക്കി ക്യാഷ് തരും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, 10,000-ൻ്റെ ബിസിനസ് ചെയ്യിക്കും. അപ്പോൾ അവിടെ തന്നെ ആ പ്രശ്നം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ പാടില്ല. അത് ഇസ്ലാമിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി. ചെറിയൊരു ഹദീസാണെങ്കിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ വലുതാണ്. അപ്പോൾ ലാ തബിയ മാല ഇന്ദക്, നിങ്ങളുടെ കയ്യിലില്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളെ വിൽക്കാൻ പാടില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് പറയുന്ന പോലെ പ്രശ്നമുള്ള സംഗതിയല്ല. നമുക്കതിൽ അങ്ങനെ അതിൽ വെറീഡാവേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതല്ല. പക്ഷേ അതിനോട് അലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് മറ്റ് സംവിധാനങ്ങളുണ്ട്. അതിൽ ട്രേഡ് ചെയ്യുന്ന പ്രശ്നമാണ്. ട്രേഡ് ചെയ്യുന്ന പ്രശ്നമല്ല, ട്രേഡിംഗ് എന്നുള്ളത് പോസിബിളാണ്. അപ്പോൾ ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചു നാളെ വിൽക്കുക എന്നുള്ള പോലും പ്രശ്നമല്ല. അതിപ്പോൾ നിങ്ങളെ ചോയ്സാണ്. നിങ്ങൾ ഇന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞ് വിൽക്കണോ, നാളെ തന്നെ വെക്കണോ, അതൊക്കെ അപ് ടു യു. അതല്ല പ്രശ്നം. അതിലൊന്നും ഇസ്ലാം ഇതില്ല, ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നില്ല. അതൊക്കെയാണ്.
ആ നിലയ്ക്ക് ഇൻട്രാഡേ പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇപ്പം നിങ്ങൾ ഇന്ന് വാങ്ങി തന്നെ വിൽക്കാം. അതിലും ഇസ്ലാമിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹൈലി സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രാഡേ ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുക എന്നൊക്കെ പറയുന്നത്. അത് വലിയ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറങ്ങും മനസ്സിലാവും. അത്തരം ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് പോകരുത്. ഓപ്ഷൻസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ്, സ്വാപ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ certain പ്രോഡക്ട്സ് എന്തല്ല നമുക്ക് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല. ലീവറേജ് എടുക്കാതിരിക്കുക. കാരണം ലീവറേജ് എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് മറ്റേ ലീവറേജുകളുടെ ഭാഗമാവുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യം വിൽക്കുന്നു എന്ന് മാത്രമല്ല, ഒരു വലിയ അളവിൽ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടിയുണ്ട് ശരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഇസ്ലാം വിലക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിൽ ഈ വിലക്ക് പറയുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഒരു മറുവശം അതുകൂടിയാണ്. അതുകൊണ്ട് വേറെ തന്നെ പറയേണ്ടുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് സിമ്പിളായിട്ട് പറയാവുന്ന കാര്യങ്ങൾ.